ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെൻ്റർ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലാണ്, അതായത് തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ. ഇവിടെ ബസ് കിടക്കുന്നതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഇവിടെ എപ്പോഴും ബസ് സർവീസ് ഇല്ല. ഇവിടെ ട്രെയിനുകൾ വന്ന് അവസാനിക്കുന്ന സമയത്താണ് ബസ് ഉള്ളത്. ഇപ്പോൾ 3 വണ്ടി കിടക്കുന്നുണ്ട്. 3ഉം എനിക്കൊന്ന് കിഴക്കേക്കോട്ട ഭാഗത്തോട്ട് പോകുന്നതെന്ന് തോന്നുന്നു. ഇലക്ട്രിക്കും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഫൈൻ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം ഈ ബസ് കാണിക്കലല്ല. നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കൊച്ചുവേളിയിൽ, അതായത് തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷനിൽ റീസെൻ്റ്ലി റീഓപ്പൺ ചെയ്ത നമ്മുടെ ഇത് കാണിക്കാൻ, നമ്മുടെ റിട്ടയറിംഗ് റൂം സെറ്റപ്പ് ഒന്ന് കാണിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ റിട്ടയറിംഗ് റൂം സെറ്റപ്പ് എന്ന് പറയുന്നത് ഈ സൈഡിൽ പ്ലാറ്റ്ഫോം 6 സൈഡിലെ ബിൽഡിങ്ങിലാണ് റിട്ടയറിംഗ് റൂം ഉള്ളത്. നമുക്കെന്നാൽ ബിൽഡിങ്ങിനുള്ളിലേക്ക് പോയിട്ട് റിട്ടയറിംഗ് റൂമിലേക്ക് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് മെയിൻ സ്റ്റേഷൻ ബിൽഡിംഗ് കേട്ടോ. ഈ ബിൽഡിങ്ങിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഉടനെയാണ് നമ്മുടെ ഇതിരിക്കുന്നത്, റിട്ടയറിംഗ് റൂമിൻ്റെ എൻട്രൻസ് ഇരിക്കുന്നത്. ഈ സാധനം എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 6 എൻട്രൻസ് നേരത്തെ പറഞ്ഞ പോലെ. പ്ലാറ്റ്ഫോം നമ്പർ 6 കയറി ഉടനെ ലെഫ്റ്റ് സൈഡിൽ ടിക്കറ്റ് കൗണ്ടേഴ്സ് ഉണ്ട്. ഈ ടിക്കറ്റ് കൗണ്ടേഴ്സിന് നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് റിട്ടയറിംഗ് റൂമിലോട്ടുള്ള എൻട്രൻസും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ കയറുന്ന സ്ഥലത്ത് തന്നെ അവിടെ റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. AC ഡബിൾ ബെഡ് 1000 രൂപയെന്ന് തുടങ്ങുന്നത്, നോൺ AC 800, ഡോർമെട്രിക്ക് 390, AC ഡോർമെട്രി. ഇവിടെ നോൺ AC ഡോർമെട്രി ഇൻ്റർവെൽ ഇല്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ നിറച്ച ആൾക്കാർ വന്ന് AC നോൺ AC ആയിട്ട് കൊടുക്കുമായിരിക്കും, എന്താ സംഭവം എനിക്കറിയില്ല. നോൺ AC എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് പറഞ്ഞത്. ഇവിടെ ആകെ 3 റൂമേ ഉള്ളൂ കേട്ടോ, ഒരുപാട് റൂംസ് ഒന്നുമില്ല. ആകെ 3 റൂമേ ഉള്ളൂ. അതിൽ 2 AC പറഞ്ഞാൽ നോൺ AC എന്ന് തോന്നുന്നു. അതോ എല്ലാത്തിനകത്ത് AC ഫിറ്റ് ചെയ്തിട്ട് അവർ AC നോൺ AC ആയിട്ട് വർക്ക് ചെയ്യണോ എന്താ സംഭവം എന്നുള്ള അറിയില്ല. അപ്പോൾ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിലോട്ടാണ് റൂംസ്. ഇവിടെ കെയർടേക്കർ ഓഫീസ് ഉണ്ട്, അങ്ങോട്ടാണ് റൂമുകൾ കിടക്കുന്നത്. ഞാനെടുത്ത ഡോർമെട്രി, കാര്യം വന്നപ്പോൾ റൂംസ് അവൈലബിൾ ആയിരുന്നില്ല. ഡോർമെട്രി എടുത്ത്, ഡോർമെട്രി ഇപ്പുറത്തെ സൈഡിലാണ്. ഇതും ഒരു റൂമാണ്. അങ്ങേറ്റത്ത് കാണുന്നതാണ് നമ്മുടെ ഡോർമെട്രി. ഡോർമെട്രിക്ക് ഉള്ളിലേക്ക് പോകാം. ഇതാണ് ഇവിടുത്തെ ഡോർമെട്രി. 5 എണ്ണം ഉണ്ട്, ക്യാബിൻ ടൈപ്പാണത്. D1 മുതൽ D5 വരെ ഉണ്ട്. 5 എണ്ണം ക്യാബിൻ ടൈപ്പാണ്. എൻ്റേത് D2 ആണ്. ഇതാണ് ഡോർമെട്രിയുടെ ഇൻറ്റീരിയേഴ്സ്. ഒരു സിംഗിൾ ബെഡാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ സ്റ്റോറേജ് സൗകര്യമുണ്ട്. ഇവിടെയായിട്ട് സ്റ്റോറേജ് സൗകര്യമുണ്ട്. എൻ്റെ നേരെ മുകളിൽ AC ഫാൻ അവൈലബിൾ ആണ്. നമുക്ക് ഇപ്പോൾ ദൂരെയുള്ള ക്യാബിൻസൊക്കെ ആണെങ്കിൽ AC യുടെ തണുപ്പ് കിട്ടില്ല, അപ്പോൾ ഫാൻ ഉപയോഗിക്കാം. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഫീച്ചേഴ്സ്. പിന്നെ കോമൺ ടോയ്ലറ്റ്സ് ആണ്, അതൊന്ന് കാണിക്കാം. ഇനി ഏറ്റത്തോട്ട് മാറിയത് കോമൺ ടോയ്ലറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്. ഇപ്പോഴത്തൊരു കുളിമുറിയുണ്ട്, യൂറിനലും ഇതൊക്കെ ഉണ്ട്. ഓൺ വൃത്തിയില്ല, കുഴപ്പമില്ല, വൃത്തിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവർ. ഹോട്ട് വാട്ടറൊന്നും കാണാനില്ല. സംഭവം വെച്ചിട്ട് കൊള്ളാം. അപ്പോൾ നമ്മുടെ റിട്ടയറിംഗ് റൂം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. റിട്ടയറിംഗ് റൂം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് റിട്ടയറിംഗ് റൂം എടുക്കാവുന്നതാണ്. ഇവിടെ സ്റ്റേഷനിൽ മൊത്തം അവർ അതിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്, അതിന് പരസ്യം വെച്ചിട്ടുണ്ട്. പക്ഷേ ഓൺലൈൻ ബുക്കിംഗ് ഇല്ല. ഇവിടെ ഒന്ന് കെയർടേക്കർ ഓഫീസ് വഴി തന്നെ ബുക്ക് ചെയ്യണം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ.